ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരേ ഒരു ക്യാരറ്റ് കൊണ്ട് ഒരു ഫെയർനെസ് ഓയിൽ, അതേപോലെ തന്നെ ഒരു ഫെയർനെസ് ക്രീം, ഒരു ഫെയർനെസ് സെറം, ഇത്രയും ഒരൊറ്റ ക്യാരറ്റിൽ നമ്മൾ തയ്യാറാക്കുകയാണ്. നോക്കൂ, ഒരു ക്യാരറ്റെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ഒരൊറ്റ ക്യാരറ്റ് കൊണ്ടാണ് നമ്മളിത് എല്ലാം തയ്യാറാക്കുന്നത്. ഈ 3 ഐറ്റവും ഈ ഒരൊറ്റ ക്യാരറ്റ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാകൂ. നോക്കൂ, ആ ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു പ്ലേറ്റ് നിറയുണ്ട്. അത് നമ്മൾ നല്ല വെയിലുള്ളിടത്ത് വെച്ച് ഉണക്കിയെടുക്കണം. കൊണ്ടുവന്ന് നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്. ഉച്ച സമയമാകുമ്പോൾ മാത്രമേ നമ്മുടെ ഉച്ച തൊട്ട് പിന്നെ വൈകുന്നേരം വരെ വെയിലുണ്ട് നമ്മുടെ ബാൽക്കണി. എല്ലാം വെയിലത്ത് വെച്ച് നല്ല നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനി ഒന്ന് ഉണങ്ങി വരട്ടെ. നോക്കൂ, അത് നന്നായിട്ട് വൈകിട്ടായപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല വെയിലാണ് ബാൽക്കണിയിൽ. നമുക്ക് ഉച്ച കഴിഞ്ഞതിന് ശേഷം നല്ല വെയിൽ കിട്ടും. അത് നമുക്ക് ഒരു ജാറിലേക്ക് ഇടാം. അതെല്ലാം ഇങ്ങനെ ആദ്യമേ നമ്മൾ തയ്യാറാക്കുന്നത് ഓയിലാണ്, ഫെയർനെസ് ഓയിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ ആ ക്യാരറ്റ്, നന്നായിട്ട് ഉണങ്ങിയ ക്യാരറ്റ് നമ്മൾ ഈർപ്പമൊന്നുമില്ലാതെ നന്നായിട്ട് ഉണക്കിയ ഒരു ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് എല്ലാം അതിനകത്തേക്ക് നമുക്കിട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റിന് പിന്നെ ഒരു ദിവസം മെനക്കെടാനും നമുക്ക് സമയം, ഒരു ദിവസം നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊന്ന് ചിലവാക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമൊന്നും അല്ല ഇതൊന്നും. നമ്മളത് ഒന്ന് മനസ്സ് വെച്ചാൽ സാധിക്കുന്നതേ ഉള്ളൂ. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഉണക്കിയത് നമ്മൾ ആ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഒന്ന് നോക്ക്, അത്രയേ ഉള്ളൂ. ആ ഒരു ക്യാരറ്റ് നമ്മൾ ഒരു പ്ലേറ്റ് നിറയെ ക്യാരറ്റ് ഉണക്കിയതാണ്, അത് അത്രയേ ഉള്ളൂ. ഇത് ഞാൻ തന്നെ തയ്യാറാക്കിയ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾ ബോട്ടിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയുടെ ബോട്ടിലാണ്, പക്ഷേങ്കിൽ ഞാൻ തയ്യാറാക്കിയതാണ്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാം. ഇവിടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കറിയാം ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിൽ തയ്യാറാക്കി ഏതാണെന്നുള്ളത്. അപ്പോൾ ആ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ കയ്യിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായത് കൊണ്ടാണ് ഞാനിത് ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കുകയുള്ളൂമായിരുന്നു. ഇത് നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് വയ്ക്കാം. ഇത് ഒരു ദിവസം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു ദിവസം അതങ്ങനെ നനയ്ക്കാതെ നമുക്ക് വെച്ച് കൊടുക്കാം. നോക്കൂ, അങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ ഇത് തുറന്ന് നമുക്ക് ഒരു കുറച്ച് സമയം വെയിലത്തൊന്ന് വെച്ച് കൊടുക്കണം. വെയിലുള്ള സമയമാണെങ്കിൽ കുറച്ച് സമയം നമ്മൾ വെയിലത്തും കൂടെ വെച്ചിട്ട് പിന്നെ അതെടുത്ത് തണുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു തുണിയും കൂടെ ഒരു കട്ടി കുറഞ്ഞ വൃത്തിയുള്ള തുണി വെച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ആ ഓയിൽ അരിച്ച് മാറ്റാം. അടിയിൽ പാത്രമുണ്ട്, പാത്രം വെച്ചിട്ടാണ് ഞാനത് വെച്ചിരിക്കുന്നത്. നോക്കൂ, അതിലേക്ക് നമുക്ക് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നോക്കൂ, നല്ല മഞ്ഞ നിറം, ആ ക്യാരറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും ആ ഒരു ഓയിലിനകത്ത് ചേർന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ക്യാരറ്റും വെർജിൻ കോക്കനട്ട് ഓയിലും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിനകത്ത്. ഇത് നമ്മൾ ആ ഓയിൽ മാത്രം നമുക്കെടുക്കാം. ബാക്കി അത് അധികം ഒന്നും പിഴിഞ്ഞൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഓയിൽ നമ്മുടെ ആ ക്യാരറ്റിനകത്ത് തന്നെ ഇരിക്കട്ടെ. അധികം ഓയിൽ ക്യാരറ്റിനകത്ത് വേണ്ട എങ്കിലും നമ്മളൊന്ന് ഒരു ലേശം അതിലിരുന്നോട്ടെ. ബാക്കി അതിന് ഉപയോഗമുണ്ട്. അങ്ങനെ നമ്മുടെ പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഓയിൽ റെഡി ആയിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമ്മൾ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ ശരീരത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ ഉണ്ടാകും, നല്ല ഒരു ബ്രൈറ്റനിങ് ഉണ്ടാകും. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇവിടെ മോൾക്കാണെങ്കിൽ മഞ്ഞൾ അലർജിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയതാണിത്. അപ്പോൾ അവൾക്കൊന്ന് യൂസ് ചെയ്യാനാണ്. ഇത് നമുക്ക് ഒരു ബോട്ടിലിനകത്താക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മൾ ക്രീം തയ്യാറാക്കാൻ പോവുകയാണ്. ഇതിൽ നിന്നും നമ്മൾ ഈ ഓയിലിൽ നിന്നും ഒരു 2 സ്പൂൺ ഓയിൽ നമുക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് ക്രീം തയ്യാറാക്കാം. നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല ക്രീമി ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ വീട്ടിൽ എങ്ങനെ നമ്മൾ തയ്യാറാക്കിയാലും ആ ഒരു ക്രീമി ഫോം കിട്ടില്ല. ഞാനിതിപ്പം വീട്ടിൽ തയ്യാറാക്കിയ കറ്റാർവാഴ ജെല്ലാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്നതാകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുകയൊക്കെ ചെയ്യണം. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും ഇതാണ്, ചെറിയ സ്പൂണിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂണൊന്നുമല്ല. അതിന് 2 സ്പൂൺ കുറച്ചേ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ഓയിലിനനുസരിച്ച് തന്നെ നമ്മൾ ഇത് വിറ്റമിൻ ഇ ഓയിലാണ്. അത് ഒരു 1/4 സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ പിന്നെ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന കറ്റാർവാഴ ജെല്ല് വെച്ച് തയ്യാറാക്കിയ നല്ല സ്മൂത്തായിട്ടുള്ള ക്രീം കിട്ടുന്ന. ഞാനിനി പുറത്തുനിന്ന് ഞാൻ വാങ്ങിയിട്ട് ഞാൻ അങ്ങനെയും കൂടെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം. എത്രമാത്രം ക്രീമി ആവുമെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ക്രീമി ഫോമായിട്ടുണ്ട്, നോക്കൂ. നല്ലപോലെ ബീറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ക്രീമി ഫോം ആവണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങുന്ന കറ്റാർവാഴ ജെല്ല് വേണം. കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, അലോവേര ജെല്ല്. ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത്ര ഒരുപാടങ്ങ് ക്രീമി അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ക്രീമിയായി തന്നെ കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. നോക്കൂ, നല്ല ക്രീമായിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ ഇതങ്ങ് സെറ്റായിക്കോളും. ഇത്തിരി സമയം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് നമ്മൾ ബോട്ടിലിനകത്താക്കി അങ്ങോട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം നമുക്ക് ഞാനൊന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നല്ല ക്രീമായിട്ടുണ്ട്. ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ നമ്മുടെ കറ്റാർവാഴയല്ലല്ലോ, ക്യാരറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലേക്ക് ഒരു തുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. എൻ്റെ കൈയൊക്കെ ഞാനൊരു നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കുന്ന പരീക്ഷണത്തിലാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിലെല്ലാം ആയിട്ട് കറുത്ത് ഈ നെയിലെല്ലാം കറുത്ത് പോയി. അതങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ടും അതങ്ങോട്ട് റെഡിയായി വരുന്നില്ല. ഇനി ഇത് എന്താവോ അതിൻ്റെ ഒരു വീഡിയോ നമുക്കുടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന്. നോക്കൂ, എന്ത് ഗ്ലോ ആയിട്ടുണ്ട് നോക്ക് കയ്യിൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇനി നമുക്ക് അടുത്തത് ക്യാരറ്റ് സെറം തയ്യാറാണ്. വേണ്ടുന്നത് നമ്മൾ ആ
എടുത്തിട്ടുള്ള ക്യാരറ്റ്, അതായത് നമ്മൾ ആദ്യമേ ഓയിൽ തയ്യാറാക്കിയിട്ട് ബാക്കി വന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അതാണ് ആ ബൗളിലേക്ക് ഞാൻ ഇട്ടത്. അതിലേക്ക് നമ്മൾ റോസ് വാട്ടറാണ് അത് ആ ബൗളിൻ്റെ നമ്മുടെ ആ ക്യാരറ്റ് എത്രമാത്രം ഉണ്ടോ അത് നികന്ന് കിടക്കുന്ന രീതിയിൽ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു അരമണിക്കൂർ വെച്ചേക്കണം. അരമണിക്കൂറല്ല, ഒരു 2 മണിക്കൂറോളം നമ്മളതങ്ങനെ വെച്ചേക്കണം. വെച്ചിട്ട് അതങ്ങനെ ആ റോസ് വാട്ടർ അതിനകത്ത് പിടിക്കണം. നമ്മുടെ ആ ക്യാരറ്റിനകത്ത് അതെല്ലാം പിടിച്ചതിന് ശേഷം നമ്മളത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്നും വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാം ഇതൊക്കെ. അതിലേക്ക് ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ ഗ്ലിസറിൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. മിക്സഡ് ജാറിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നോക്കൂ, നല്ല പേസ്റ്റായിട്ട് അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം നമുക്ക് ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. നോക്കട്ടെ, നല്ല പേസ്റ്റായിട്ട് അത് നമുക്ക് അരിച്ചെടുക്കാവുന്നല്ല, അരിച്ചെടുക്കാം. അങ്ങോട്ട് നമ്മൾ ഓയിൽ അരിച്ചെടുത്ത ആ ഒരു തുണി തന്നെയാണ് ഇത്. ഒറ്റ ദിവസം കൊണ്ടെടുത്ത വീഡിയോ ആണ് ഇത് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം 2-3 വീഡിയോ ഒരുമിച്ച് അങ്ങോട്ട് 2-3 പ്രാവശ്യമായിട്ട് ഇടുമ്പോൾ അത് ചെറിയ വീഡിയോ. ഇപ്പോൾ ഇതാകുമ്പം ഒരു ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കുന്നത് ഒറ്റ ദിവസം തന്നെ എടുക്കാമല്ലോ എന്ന് കരുതി തന്നെ ഞാൻ എടുത്തതാണ്. ലെങ്ത് വീഡിയോയ്ക്ക് ഇത്തിരി ലെങ്ത് ഉണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് അതങ്ങ് മാറ്റി വെച്ച് നമുക്കിത് പിഴിഞ്ഞെടുക്കാം, നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നോക്ക്, നല്ല നിറത്തിലുണ്ട്. വെറുതെ നമ്മൾ വേസ്റ്റാക്കി ആ ക്യാരറ്റിൻ്റെ ബാക്കി വന്നതും ഇതിനകത്ത് നിറയെ നമ്മൾ ഓയിൽ ഒഴിച്ചതാണ്. വെർജിൻ കോക്കനട്ട് ഓയിലാണ്, അല്ല സാധാരണ വെളിച്ചെണ്ണയല്ല നമ്മൾ ഒഴിച്ചത്. അപ്പോൾ അതെല്ലാം വേസ്റ്റാക്കി കളയുന്നതിനേക്കായി നല്ലതല്ലേ നമ്മളിങ്ങനെ ഈ ഒരു സിറം കൂടെ തയ്യാറാക്കുന്ന. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ, ഒന്നും നമുക്ക് വേസ്റ്റ് ആക്കേണ്ട. നമ്മളൊരു ക്യാരറ്റിൻ്റെ ഇത്രയും ഭാഗം. ഇനി ഈ ഒരു സിറം തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ഇത് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഒരു എന്തെങ്കിലും ഇച്ചിരി പൗഡർ, ഈ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറാക്കുന്ന പൗഡേഴ്സ് എന്തെങ്കിലും ഒന്ന് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തിടാം. നമ്മൾ ആ പിഴിഞ്ഞ ആ ചണ്ടി അതും കളയേണ്ട കാര്യമില്ല. അതിൻ്റെ കൂടെ അല്പം നാരങ്ങയല്ല, അല്പം പാലോ അല്ലെങ്കിൽ തൈരോ മോരോ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ആ ചണ്ടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അതും നമുക്ക് ലാഭമാണ്, അതും വേസ്റ്റ് ആവുന്നില്ല. ഇതെന്ന് വെച്ചാൽ ഇത്രയും നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ആ ഒരു ക്യാരറ്റിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വീണ്ടും കളയേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തുള്ള ജ്യൂസെല്ലാം ഇഞ്ഞെടുത്തിട്ട് നമുക്കത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമ്മൾ 1 സ്പൂണ് ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ റോസ് വാട്ടർ, ഇത് ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മിശ്രിതത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്യണം. ഇത് ഒരു 2-3 തുള്ളി വിറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. ഇനി വീണ്ടും നമ്മൾ 1 സ്പൂണ് ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നല്ല ഒരു ഗന്ധമാണിത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. നമ്മുടെ റൂമിലൊക്കെ ഉണ്ടല്ലോ ആ ഒരു ഗന്ധം ഇങ്ങനെ തങ്ങി നിൽക്കും. നമ്മൾ ഈ സിറം തയ്യാറാക്കി കഴിഞ്ഞപ്പം റൂമിലോട്ട് ആര് വന്നാലും ഒരു പ്രത്യേക ഗന്ധമാണ്. ഞാനിത് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ദേവൻ പുറത്ത് പോയിട്ട് വന്നിട്ട് ചോദിക്കുന്നത് എന്തോ ഒരു പ്രത്യേക ഒരു ഗന്ധം നമ്മുടെ റൂമിൽ. ഇതിലേക്ക് 1 സ്പൂൺ കറ്റാർവാഴ ജെല്ല് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. ആ ക്യാരറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും ഇപ്പോൾ അതിൽ തന്നെ ഉണ്ട്. നമുക്ക് ബാക്കി കൂടി നമുക്ക് അതിലേക്ക് നിറച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ വേറൊരു ബോട്ടിലിനകത്താക്കി വെക്കാം. ഇതിപ്പോൾ ഈ ബോട്ടിലിനകത്ത് നിറച്ചൊഴിച്ചാലും ബാക്കി വരുമെന്നാണ് തോന്നുന്നത്. കുറേയേറെ സ്ഥലം കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതെല്ലാം നല്ല തിക്കായിട്ട് കിട്ടിയിരിക്കുന്നത്. നോക്ക്, ഇതിനി നമുക്ക് വേറൊരു ബോട്ടിലിനകത്താക്കാം. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ക്രീമും ക്യാരറ്റ് ഓയില്, ക്യാരറ്റ് സിറം ഇത്രയും തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരൊറ്റ ക്യാരറ്റ് മതിയല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നല്ല മഴയാണ് നാട്ടിലില്ല, എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. നമുക്ക് ഇനി അങ്ങനെ ഒരൊറ്റ ക്യാരറ്റ് കൊണ്ട് നമ്മൾ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കി, അതേപോലെ ക്യാരറ്റ് ക്രീം തയ്യാറാക്കി, അതേപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് സിറം തയ്യാറാക്കി. ഈ സിറം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചോണം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നമുക്കിതൊരു 10-15 ദിവസം വരെയൊക്കെ യൂസ് ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോയുമായി വരും വരെ ഗുഡ് ബൈ.